ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 237 ദിവസം. ഇന്ന് പൊന്നിൻചിങ്ങമാസത്തിലെ ഉത്രാട ദിനമാണ്. 2 തവണ 2007 2015 പൊന്നുഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഉത്രാടക്കുല കാഴ്ച, ആ കാഴ്ചക്കുല സമർപ്പിക്കാനുണ്ടായ ഭാഗ്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഭഗവാന് തിരുമുൽക്കാഴ്ചയായി പട്ടേരിപ്പാട് സമർപ്പിച്ച നാരായണീയത്തെ നാരായണീയ മധുരമായി ഇന്ന് നാം അനുസ്മരിക്കുന്നത്. ശ്രീമന്നാരായണീയം 23-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകം ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കണം. തം നാരദസ്തു സമമംഗിരസാദയാലു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിധൗ നൃപതിം ന്യയുങ്ക്താ. ദയാലു നാരദഃ തു താവൽ അംഗിരസാ സമം തം സംപ്രാപ്യ സുതസ്യ ജീവം ഉപദർശ്യ കസ്യ പുത്ര അസ്മി ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിധൗ നൃപതി ന്യയുങ്ക്താ. ദയാലു നാരദഃ, ദയാലുവായ കാരുണ്യസ്വരൂപനായിരിക്കുന്ന നാരദൻ. അപ്പോൾ ചിത്രകേതുവിൻ്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പുത്രൻ സപത്നിമാർ വിഷം കൊടുത്ത് ആ പുത്രനെ കൊന്നു.
രാജാവ് മോഹാലസ്യപ്പെട്ടു വീണു. ഈ സമയത്ത് നാരദ മഹർഷി ദയാലു നാരദഹാതു താവൽ അങ്കിരസാ സമം തം സംപ്രാപ്യ, അങ്കിരസ് മഹർഷിയോടുകൂടി അവിടെ വന്നിട്ട് സുതസ്യ ജീവം ഉപദർശ്യ, ആ പുത്രന്റെ ജീവനെ കാണിച്ചു കൊടുത്തു. എന്നിട്ടോ കസ്യ പുത്ര അസ്മി ഇതി തസ്യ ഗിര, ഞാൻ ആരുടെ പുത്രനാണ് എന്നിങ്ങനെയുള്ള ആ ജീവന്റെ വാക്കിൽ ആ യഥാർത്ഥമായ തത്വബോധം ഉണർന്ന ചിത്രകേതു വിമോഹം ത്യക്ത, തൻ്റെ ആ മോഹങ്ങളെ, തൻ്റെ ദുഃഖങ്ങളെ, സങ്കടത്തെ വെടിഞ്ഞ് ആ ചിത്രകേതുവിനെ ത്വദർച്ചന വിധൗ നൃപതി ന്യയുക്ത, അവിടുത്തെ സേവിക്കാനായി നിയോഗിച്ചു. കേൾക്കേണ്ടത് കേട്ടപ്പോൾ ജീവാത്മാവിനെ നാരദ മഹർഷി തിരിച്ചു വിളിക്കുകയാണ്. മരിച്ചു കിടക്കുന്ന ജീവന് തൻ്റെ യോഗവിദ്യ കൊണ്ട് വീണ്ടും തിരിച്ചു വരാൻ ഉദ്ദേശിച്ചിട്ട് മരിച്ചു കിടക്കുന്ന ആ മകനെ വീണ്ടും ജീവിപ്പിച്ചു. എന്നിട്ട് ജീവാത്മാവിനോട് പറഞ്ഞു, ഇതാ ഈ ശരീരത്തിലേക്ക് വീണ്ടും കയറൂ, അച്ഛനമ്മമാർ വിഷമിക്കണു, അവരെ സന്തോഷിപ്പിക്കൂ, എന്നിട്ട് ആ സുഖങ്ങളെയൊക്കെ വേണ്ട പോലെ അനുഭവിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ജീവൻ്റെ വാക്കായിട്ട് കേട്ടു, ഞാൻ ആരുടെ പുത്രനാണ്. ഇവരെ ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഇവരെൻ്റെ അച്ഛനമ്മമാരായിരിക്കാം. ഇതുപോലെ ഒരുപാട് മാതാപിതാക്കൾ എനിക്കുണ്ടായിട്ടുണ്ട്. പുത്രദുഃഖം അനുഭവിക്കുകയാണ് അവരെല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ ആരെയാണ് ആശ്വസിപ്പിക്കേണ്ടത്? കാരണം ഈ ദേഹം വിട്ട്, പ്രാരബ്ധം കഴിഞ്ഞാൽ ഈ ദേഹം വിട്ട് പോകണം എന്നുള്ളത് ഒരു നിത്യസത്യമാണ്. അതുകൊണ്ട് അജ്ഞാനജന്യമായിരിക്കുന്ന ദുഃഖത്തെ വെടിഞ്ഞു ചിത്രകേതു. കേൾക്കേണ്ടത് കേൾക്കേണ്ട പോലെ കേട്ടപ്പോൾ ഇപ്പോൾ ഇവിടെ വിമോഹം ത്യക്ത, ആ വിമോഹം ത്യജിച്ചു ഭഗവാനെ ഭജിക്കൂ, അല്ലേ? അപ്പോൾ 6-ാമത്തെ സ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായം ഈ ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ജീവനെ കാണിച്ചു കൊടുത്ത ആ ജീവനെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ് ഈ അധ്യായത്തിൽ ആദ്യം നമ്മൾ കാണുക. ഇവിടെ ഒരൊറ്റ കസ്യപുത്ര അസ്മി എന്ന ഒരൊറ്റ ചോദ്യത്തിലൂടെ ആ തത്വത്തെ വേണ്ട പോലെ അനാവരണം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം, പിന്നീട് ഭാഷാഗാനം. തം നാരദസ്തു സമമംഗിരസാദയാലു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിധൗ നൃപതിം ന്യയുക്ത. ശ്രീഹരിയം ഭാഷാഗാനം. നാരായണ 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 ശ്രീവാസുദേവ കാരുണികനായിടുന്ന ശ്രീനാരദ മാമുനിയും അങ്കിരസുമൊത്തവിടെ എത്തിച്ചേർന്നല്ലോ. രാജാവിനു പുത്രജീവൻ കാണിച്ചു കൊടുത്തു മുനി, ഭഗവാനെ സേവ ചെയ്തു ചിത്രകേതുവും. നാരായണ 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 രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം
നാരായണ നാരായണ നാരായണ.